വൈ നിന്റെ തുണി അടിക്കാൻ കൊടുത്തില്ലല്ലോ? കൊടുത്തോ? എവിടെ അഹല്യ? എവിടെ? എനിക്ക് അടിക്കാൻ കൊടുക്കണം. എനിക്ക് അടിക്കാൻ കൊടുക്കണം അല്ലേ? കൊടുക്കണ്ടേ? വേണോ? പിന്നെ ഞാൻ എന്താ നിങ്ങൾക്കൊരു സംശയം? അത് എപ്പോഴാ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴും ആലോചിച്ചിരിക്കാണ്. ആ പിന്നെന്താ? അത് എന്തൊരു വിൽപ്പാ, എന്തൊരു വിൽപ്പാന്ന്. പിന്നെ നിന്റെ കൂടെ ഒരാളെയും കൂടി കയറ്റാ അതിൻ്റെ ഉള്ളിൽ കൂടെ. രണ്ടാൾക്ക് കയറാണ്. നീയും കയറി എൻ്റെ കൂടെ. ഒരാൾക്ക് കയറല്ലേ ഇത്? രണ്ടാൾക്കും കൂടി ഒരു ചുരിദാർ ഇട്ടു. ഇങ്ങനത്തെ 2 രൂപയുടെ വാങ്ങി വെച്ചിട്ട് കേട്ടോ. കുട്ടികൾക്കില്ലേ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് മാത്രമല്ല ഏട്ടനും ഇഷ്ടമാണ്. സുഖന്യെ കട്ടൻ ചായ വെച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കട്ടൻ സുഖമായി കടന്നുറങ്ങിയിട്ട് ഇപ്പം നീച്ചുള്ളൂ. സുഖന്യെ പൊന്നൂസിനെ കൊണ്ടുപോകട്ടോ പറഞ്ഞു. ആയി കേട്ടോ. അപ്പം ഞാൻ 3:30 ഉറങ്ങിയത്. 3:30 ഉറങ്ങി 4:20 ആകുമ്പോഴേക്കും നീക്കുന്നു. അത്രയുള്ളൂ അല്ലേ? അയമോദകം കണ്ടോ? സുകന്യ കുറേ ദിവസമായി അയമോദകം ഇട്ടിട്ട് വെള്ളം കുടിക്കണം പറയും. കാപ്പിയിലിട്ടുണ്ടോ സുകന്യ? കാപ്പിയിലിട്ടുണ്ടോ? അയമോദ കാപ്പി നീട്ടില്ലേ? അത് നല്ലത് അല്ലേ? കാപ്പിയിൽ നല്ലത് അന്നല്ലേ? നല്ലതാണ് അയമോദ കാപ്പി വീട്ടില്. കാപ്പി ഇല്ലല്ലേ? ഇല്ല, ഇല്ലെങ്കിൽ വേണ്ട. എന്തെങ്കിലും നമുക്കില്ലേ ചില സമയത്ത് ഞാൻ ചോറിൻ്റെ ഇട്ടില്ല. ഉച്ചയ്ക്ക് ജയിച്ചോ? ഞങ്ങൾ രണ്ടാളും ചോറിനിട്ടില്ല. വിശക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. വിശക്കാണ്ട് പിന്നെ ചോറിന് കഴിഞ്ഞ് വെച്ചല്ലേ ശരിയല്ലേ ചേച്ചു? ഒന്ന് കടന്നുറങ്ങിയപ്പോഴേ നീച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. പിന്നെ കുറേ ബേക്കറിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിനൊരു തീരുമാനമാവും. ഇതില്ലേ ഈ ബർക്കി നല്ല ടേസ്റ്റുള്ള ബർക്കി കേട്ടോ. ഏട്ടൻ നാളെ വാങ്ങിട്ട് വന്നിരുന്നു. പറയുന്നു ബേക്കറി സാധനമല്ലേ, നന്നാവും. ചോറ് തിന്നാനല്ലേ വിശപ്പില്ലാത്ത ബേക്കറി നല്ല വിശപ്പായിരിക്കും. മൈലാഞ്ചി കടന്നു കിട്ടുക. മൈലാഞ്ചി ഇവിടുന്ന് കിട്ടുക. ചെടി ശീതളാർത്തിയോടൊന്ന് ഇല വേണമെങ്കിൽ കിട്ടും. അരച്ച മൈലാഞ്ചി ഇടുന്നു സംക്രാന്തിക്ക്. അത് ശീതളാർത്തിയോടെ കിട്ടും. പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ, അത്രേ ഉണ്ട്. ഗ്ലൗ ഇട്ട് അരച്ചാ മതി. ഗ്ലൗ ഇട്ടിട്ടേ ഡൈ അടിക്കാവുന്നതിലുണ്ടാവും. ഗ്ലൗ ഉണ്ടാവും. ഈ ലവ് എന്നല്ലേ വിചാരിച്ചു? ലവ് കിട്ടണോ മൈലാഞ്ചി അരക്കുക? എന്താ ഇത് കഴിക്കുമ്പോഴല്ലേ നമ്മുടെ വായിൽ ഈ പാലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരില്ലേ ബർക്കി കഴിക്കുമ്പോൾ. ഊട്ടി ബർക്കി പറഞ്ഞിട്ട് റോഡ് സൈഡിൽ കൂടെ വെക്കാൻ വെക്കട്ടോ. കുറച്ച് നല്ല വലിയ ബർക്കി. അതേപോലെ കോഴിക്കോടൻ ഹൽവയും കാണാം റോട്ടിൽ കൂടെ. എന്ത് പണ്ടൊക്കെ എന്താ പറയാ അറിയോ? റസ്ക് ഇല്ലേ? റസ്ക് എക്സ്പയർ ആയത് കൊണ്ടുപോയിട്ട് അത് പൊടിച്ചിട്ട് അതുകൊണ്ടാണ് വർക്ക് ഉണ്ടാക്കുക എന്ന് പറയുക പണ്ട് കേട്ടോ. ഇപ്പോഴല്ല. അപ്പോൾ വർക്ക് എന്തുകൊണ്ട് വർക്ക് ഉണ്ടാക്കുക അന്നും അറിയില്ല എന്നും അറിയില്ല. അതുകൊണ്ട് പിന്നെ പണ്ട് പറയണത് വർക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കുക എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഇത് തിന്നുമ്പോൾ ഒരു പേടിയാണ്. ഞാൻ ഉണ്ടാക്കുന്നിടത്ത് പോയി നോക്കിയിട്ടില്ല. അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും പോയി നോക്കും. ഊട്ടിയിലൊന്നല്ല, നമ്മുടെ അവിടെ ഉണ്ടാക്കിയിരുന്നാണ് അത്. ആ സുന്ദരേട്ടൻ്റെ ബേക്കറിയിൽ ഉണ്ടാക്കിയിരുന്നു. വർക്കിയോ? അവിടെ ഒക്കെ ഉണ്ടാക്കിയത് ബിസ്ക്കറ്റും വർക്കിയൊക്കെ ഉണ്ടാക്കിയത്. ആ അജിയുടെ വീടിൻ്റെ തൊട്ട വീട്ടിൽ. ഇനി നമുക്കില്ലേ കൂട്ടാൻ വെക്കണം കേട്ടോ. പോയി കാണിച്ചു തരാൻ സുഖം നമുക്ക് വിശേഷമായിട്ട് എനിക്ക് കാണിച്ച് പഠിപ്പിച്ചു തരാറ്. അല്ലേ നീ കൂട്ടാൻ വെക്കണം. ചിക്കല്ലേ ഇന്നലെ വാങ്ങിയതിൻ്റെ കുറച്ച് ചിക്കൻ ബാക്കി വെച്ചിരുന്നില്ലേ? അപ്പോൾ അത് കറി വയ്ക്കണം വിചാരിച്ചു കേട്ടോ. കറി വയ്ക്കണേക്കാട്ടിലും കുട്ടികൾക്ക് വറക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ എന്ത് കെട്ടി മസാലയൊക്കെ തിരുമ്പി പ്ലാൻ ബിയിലേക്ക് മാറിയപ്പോൾ
ആ ചിക്കനാകുമ്പോൾ പിന്നെ കുമ്പളങ്ങ വലിയൊരു കുമ്പളങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അനിയൻ. അതിൻ്റെ കഷ്ണം അതെടുത്ത് മോരിക്കൂട്ടാൻ വയ്ക്കണ്ടേ? സുകന്യയുടെ ഈ ഡ്രസ്സ് കാണാൻ എനിക്ക് ഇഷ്ടമാണ്, നല്ല കളറ്. സുകന്യ അല്ലെങ്കിൽ മോശമല്ലല്ലോ, അല്ലെങ്കിൽ സുകന്യ മോശമല്ലല്ലോ അറിയ. ഞാൻ അങ്ങനെ തന്നെയല്ലേ വാങ്ങി തന്നെ നമുക്ക് പറയാം. ഇങ്ങനത്തെ അല്ലല്ലോ അത്. ഓണത്തിന് കണ്ടാ നിങ്ങൾക്കറിയില്ല, അവൾക്കറിയാം ഞാൻ വാങ്ങിക്കൊടുത്തു. എന്ത് കാപ്പി? അതെ കാപ്പിയോ? വല്ലാത്തൊരു സാധനം കേട്ടോ, വല്ലാത്തൊരു സാധനം. 3-4 മണിക്ക് പുറത്തുനിന്ന് വരുന്നത്, ഒന്ന് കടയിൽ നിന്ന് കഴിക്കില്ല. ഏട്ടനെ അനിയനും കഴിക്കില്ല. വീട്ടിൽ വന്നിട്ട് പുളിഞ്ചാറ് കൂട്ടി ചോറുണ്ട്, കറി വെച്ചില്ല. രുചി ചോദിച്ചില്ലേ അപ്പൊ എന്താ അവളോ? അല്ലാണ്ട് പിന്നെന്താണ് അല്ലേ? പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പുറത്താക്കിയ? ചായ കുടിച്ചാ? പറഞ്ഞേ അങ്ങനെ മിഥുനമാസം പോയി കർക്കിടക മാസം ആവാറായില്ലേ? നമ്മളില്ലേ ആഴ്ചയിലൊക്കെ നമ്മുടെ ജനലും വാതിലൊക്കെ തുടച്ചാലും ഈ കർക്കിടക മാസം ആവുമ്പോഴേക്കും നമ്മുടെ സംക്രാന്തി ആവില്ലേ, ആ സമയത്ത് നമ്മൾ ഫുള്ള് അടിക്കലും തുടയ്ക്കലും. ഒരു ചാത്തപ്പന വാങ്ങണ്ടേ? ചാത്തപ്പന വാങ്ങണം. എല്ലാവരുടെയും പിന്നെ എല്ലാവരുടെയും അടിച്ച് വൃത്തിയാക്കൂട്ടോ. നാളെ വീഡിയോയിൽ കാണിച്ചപ്പോൾ സംക്രാന്തിയുടെ ഞങ്ങൾ ആഴ്ചയിലൊക്കെ അടിച്ചു തുടയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും ആഴ്ചയിലൊന്നല്ല, എല്ലാവരും ദിവസം അടിച്ചു തുടയ്ക്കും കാര്യമൊക്കെ ചെയ്യണം. ആ ദിവസം അപ്പോൾ അത് വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ തുടയ്ക്കുന്നത് എന്തും കാണിക്കാൻ പറ്റില്ലല്ലോ. എന്താ പെട്ടെന്ന് വരണ്ടല്ലോ അല്ലേ? പെട്ടെന്ന് ഇവിടെ ഉറുമ്പുകൾക്കില്ലേ ഒരു ക്ഷാമമില്ല. കടിക്കണ പൊതുവോ? സ്റ്റിക്കറോ? ഇതെന്നോ? അത് കുറച്ച് കഴിഞ്ഞിട്ട് തുടച്ച് കളഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ. തുടച്ചൊക്കെ കളയട്ടാ, പേടിക്കണ്ട. ഈ സാധനം ചില്ലറ സാധനമല്ല ഇതല്ലേ? അത് ശരിയാ. എത്ര വേഗമെന്നറിയോ വട്ടിട്ട് കഴിഞ്ഞാൽ ഇതിന്ന് നോക്കി കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പ്രശ്നം വരും. കൈ നല്ല കഴുകുക, നല്ല മുഖത്തോടെ തട്ടിക്കഴിഞ്ഞ നീറും. കുറേ കൂട്ടുകാരെ മുഖത്ത് വെച്ച് സംശയമാണ്. ഇന്നലെ ഏട്ടനെ പറ്റിയതാ. എന്റെ നീറി ഞാനാ കൊണ്ടാ പറഞ്ഞു. എന്തിനത് കളയുന്നു? അതെന്താട്? മുട്ടായി കളയാൻ പാടുവോ? മുട്ടായി ചിന്നാൻ പാടുവോ? അങ്ങനെ നമ്മുടെ ചുരിദാർ അടിക്കാൻ കൊടുത്തു കേട്ടോ. ചുരിദാറുകൾ അടിച്ചു. കിട്ടിയോ? മടാളുണ്ടോ? എന്താ വെയിൽ വെച്ചിട്ടാ, നല്ല രീതിയിൽ വെയിലാണ്. ഓതാ കണ്ടോ? എന്താ വീട്ടിലെ വിറക് കത്തിക്കണ എന്താലേ വിറകാണത്. VIP പറഞ്ഞില്ലേ? എന്താ ഇനി മഴ സമയമാണ് പറഞ്ഞിട്ട് എന്തായാലും നല്ല വെയിലാണ് കേട്ടോ. ഇനി ചിലപ്പോൾ എന്താ സംക്രാന്തിയൊക്കെ ചെയ്യുമ്പോഴേ പണ്ടൊക്കെ ഇപ്പോഴൊക്കെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ആഴ്ചയിലും 2 ആഴ്ച അന്നും ചെയ്യും. പക്ഷെ ആ സമയത്തില്ലേ എല്ലാ വീട്ടിലത്തെ തുണികളും നമ്മൾ ശരിക്കും മലയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക അതുപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാം അടിച്ച് വൃത്തിയാക്കിയിടും. അതുപോലെ വൃത്തിയാക്കാൻ ഒരു 10 വെയിൽ പറയില്ലേ, കർക്കിടകത്തിൽ 10 വെയിൽ പറയുന്ന പോലെ സംക്രാന്തി വെയിലായിരിക്കും അല്ലേ? അതായിരിക്കുമോ? ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് പറഞ്ഞാൽ വെച്ചാൽ പിന്നെ കുഴപ്പമില്ല. ഇത് അത്രയും ഉണ്ട് കേട്ടോ ഈ വർഗങ്ങളൊക്കെ. മഴ വേണ്ട, വെയിൽ വരട്ടെ അല്ലേ? മഴ വന്നോട്ടെ. എന്താ സന്തോഷം. എനിക്ക് വെയിൽ വേണ്ട, എനിക്ക് കുറച്ച് ദിവസം മഴ പെയ്യട്ടെ. വെള്ളം ഇല്ലെങ്കിലേ നല്ല ബുദ്ധിമുട്ടല്ലേ. മഴ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ വിറക് പൊട്ടിച്ചിങ്ങനെ വയ്ക്കാം കേട്ടോ. ചിലത് വലുതുകളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നേ. അയ്യോ എൻ്റെ കാന്താരി, എന്താ കലിപ്പൻ്റെ കാന്താരി പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നില്ലേ പണ്ട്, ഏട്ട കണ്ടിരുന്നു അത്? കാന്താരി പാവം ചെരിഞ്ഞായിരുന്നു. അത് ഈ വിറക് വെച്ചിട്ടേ. ഇനി അച്ചുട്ടിയൊക്കെ അല്ലേ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാലേ കുറച്ച് നേരം അവർക്ക് TV കണ്ടിട്ടില്ലെങ്കിൽ എന്തൊരു മനസ്സമാധാനക്കട വെച്ചിട്ടാ. കുറച്ച്
കണ്ടോട്ടെ, കുറച്ച് നേരം ഒതുങ്ങിയിരുന്നോട്ടെ. കളിക്കാൻ പോക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ. അങ്ങനെ എവിടേക്ക് പോണ്? ഈ മക്കളില്ലേ എവിടേക്കും പോവില്ല, ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പുറത്തെ വീട്ടിലേക്കും കൂടി പോവില്ല കേട്ടോ. തറവാട്ടിക്ക് പോവും, അപ്പുറത്തെ വീട്ടിലേക്ക്. അപ്പുറത്തെ വീട് തറവാട് ഇപ്പം ഇവിടെ വീട് തന്നെയല്ലേ, അവിടേക്കല്ല അപ്പുറത്തേക്ക് വത്സരം എടുത്തിട്ട് അവിടേക്കൊക്കെ ഇപ്പം എവിടേക്കും പോവില്ല. ഞാനൊക്കെ ആ സമയത്തില്ലേ വാനമ്പാടിയായിരുന്നു, കാരണം അമ്മ പണിക്ക് പോവില്ലേ, അപ്പം ആരും ഇല്ലല്ലോ വീട്ടിൽ. വീട്ടിലത്തെ പണി ഒരുങ്ങി കഴിഞ്ഞ വെച്ചാൽ എന്താ പൊന്നു ചെയ്യണ്ട് പൊന്നോ. അങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുക ഓരോ ദിവസമല്ലേ, കുറച്ചീശെ. ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, അപ്പുറത്തുണ്ട് ഇഷ്ടംപോലെ. അല്ലെങ്കിലേ വിറക് ഇതായി പോവുള്ളൂ. അതാണെങ്കിൽ മടാൾ മൂർച്ചയില്ല. നമുക്ക് മോളിക്ക് നോക്കുക, ഒരു കാര്യമുണ്ട് മുകളിൽ. ഓ നല്ല കാറ്റുണ്ടല്ലോ അവിടെ. നല്ല കാറ്റുണ്ട്. ഇനി അതാണ്ടോ അതൊക്കെ പൊട്ടിച്ച് വെക്കണം കേട്ടോ. എന്താ ചെറിയ ചുള്ളികളായതും കൊണ്ടേ പൊട്ടിക്കാൻ നല്ല സുഖം. ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും നോക്കിക്കഴിഞ്ഞാലേ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെയാണ് അല്ലേ. അത്രയും കാട് പിടിച്ചിട്ട് ഇനി വേനൽക്കാലം വരണം കേട്ടോ ഈ കാടൊന്നും ഇതാവണമെങ്കിൽ. ഏട്ടാ ഇപ്രാവശ്യം പുളിയുണ്ട് കേട്ടോ, 2 കിലോനെങ്കിലും കിട്ടട്ടെ. എന്താ ഓരോന്നോരോ നല്ല നല്ല വലിയ പുളിയായിരിക്കും ഇത്. കണ്ടോ അവിടെ നിറച്ചുണ്ട് കേട്ടോ പുളി. ഈ ഒരു പ്രായത്തിലുള്ള പുളി കിട്ടിക്കഴിഞ്ഞാലേ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ചാലിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പല്ല് പൊളിച്ചിട്ട് ചിലപ്പോൾ ഗംഭീരാവും. എന്താ ഇത് നോക്കിയപ്പോഴേ ഇനി ഞങ്ങൾ ആരെ കട്ടയച്ചിട്ടാണ് കൂട്ടുകാരെ കുട്ടികൾ ആരാ കിടക്ക് വരുന്നത്. അയ്യോ ഇവിടെ നല്ല നനക്കണം കേട്ടോ. ഈ വിറക് വേഗം എടുക്കേണ്ടി വരുന്നു. ഇതെന്താ മക്കള്? അത് മക്കളല്ല, അത് ഞാൻ കിട്ടി തന്നെ. നമുക്ക് അത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നില്ലേ, ഞാൻ ചെരുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അവിടെ നമ്മുടെ ചേമ്പുന്നണ്ട് ഒരു കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ചേമ്പുന്നണ്ട് പറിക്കാൻ പോയത്. ഇവർ ചെരുപ്പിടില്ലേ, ഇവർ ചെരുപ്പിടാണ്ട് എത്രയും ആൾക്കാർ ഞാൻ ആ വീഡിയോയിൽ ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പേരില്ലേ മനഃപൂർവ്വം എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഇടണമല്ലോ. ചെരുപ്പ് കയ്യിലിട്ടാൽ എന്താണ് നമ്മളെ എനിക്കൊരു ചിരിവരിക ചെയ്യുന്നത് എന്താ വെച്ചാന്നറിയോ, ഇത് ഒന്നുമില്ലെങ്കിലും കുറ്റം പറയും. എന്നിട്ട് അതിൽ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു നിങ്ങളെന്താണ് ഇങ്ങനെ അവരെങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് കുറ്റം പറയുന്നത് എന്നുള്ളത്. അപ്പം അവർ ചെരുപ്പിട്ട് ഇതേപോലെയുണ്ട് ആൾക്കാർക്ക്. എന്താണെന്നറിയോ, നമ്മളെന്ത് ചെയ്താലും ചില ആർക്കെങ്കിലും ചെരുപ്പിടാണ്ട് പോവോ. പിന്നെ എല്ലാവരും വിചാരിക്കില്ലേ ഈ ചെരുപ്പിട്ട് കാലിൻ്റെ കുതിവേദനയ്ക്കൊക്കെ അല്ലേ ചെരുപ്പിടാതെ നടക്കുന്നത് നല്ലതാണ്. അത് കാട്ടിക്കൂടെ നടക്കുമ്പോൾ ചെരുപ്പിടാണ്ട് നടക്കുന്നത് നല്ലതാണ്. നിങ്ങളൊരു എനിക്ക് വിവരമില്ല പോട്ടെ, നല്ല വിവരമുള്ള ഡോക്ടർമാരില്ലേ. എനിക്ക് കുതിവേദന ഉണ്ടായിരുന്നു, കാലിൻ്റെ കുതി ഈ സൈഡ് നല്ല കുതിവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ചെരുപ്പിടാതെ നടക്കുക. ഞാൻ ചെരുപ്പിടാതെ മെറ്റൽ കൂടെ നടന്നു കഴിഞ്ഞു വെച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മെറ്റൽ കൂടി നമ്മളധികം ഇവിടെ നാട്ടിൻപുറത്തുള്ള അധികം ഒട്ടുമിക്ക ആൾക്കാരും ഇല്ലേ, ചിലവരൊന്നും പെട്ടെന്ന് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തൊന്നും ചെരുപ്പിടില്ല. പക്ഷെ എന്നാലും ചെരുപ്പിട്ടിട്ടുണ്ട്. എന്നാലും കണ്ടില്ലേ ഇവർക്ക് വിവരമില്ലേ, ഇവർ ചെരുപ്പിടാണ്ട് ഈ ചേച്ചി എന്താ ചെരുപ്പിടാണ്ടാ നടക്കുള്ളൂ. എന്താണ് ഭഗവാനെ നമ്മളെങ്ങനെ പിന്നാലെ നടന്നിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എന്നിട്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്. അയ്യോ ഇവിടേക്ക് കയറൽ വളരെ കുറവാണല്ലേ. മേലെ കയറി ഇരിക്കല്ലേ ഈ ചൂട് കാരണേ. അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം വൈകുന്നേരത്ത് നല്ല സുഖമാണ്. അടിച്ച് വൃത്തിയാക്കാൻ മാത്രമാണ് കേട്ടോ കയറുക. അത് എന്താ വെച്ചാൽ ചപ്പ് ഇതാവുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ കയറലൊക്കെ കണക്കാണ്. വിഷുവിന് മാത്രം ഇതിൻ്റെ മേലായിരുന്നല്ലോ. വിഷുവിന് നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ പുറത്ത് വയ്ക്കുന്ന ഒരു അടുപ്പില്ലേ, ഗ്യാസ് അടുപ്പ്, അങ്ങനത്തെ ഗ്യാസ് അടുപ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ കുക്കിങ് ചെയ്യണ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ. രാത്രിയൊക്കെ പറ്റും അങ്ങനെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പാടെ കൂടിയിട്ട് ഇനി ന്യൂ ഇയർ വരട്ടെ. ന്യൂ ഇയറിന് ഇനി എത്ര ഉണ്ടല്ലേ സമയം. അപ്പോൾ ന്യൂ ഇയറൊക്കെ
വരുമ്പോൾ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പായ വിരിച്ചിട്ടൊക്കെ എന്താ ചെയ്യാറില്ലേ, അതുപോലെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഒന്നും നടന്നില്ല. പിന്നെ അതാ കണ്ടോ നമ്മുടെ തെങ്ങ്. ഈ തെങ്ങിൽ തീരെ തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ഇതിൽ തീരെ പറഞ്ഞാൽ ആകെ ഒരു എന്താ കുറച്ച് 6 മാസം കൂടുമ്പോൾ ഒരു 10 തേങ്ങയും കൂടി കിട്ടിയിരുന്നില്ല. 2 ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാൾ നമ്മൾ ഇതിനെ ഒരു ചേച്ചി വന്നപ്പോഴേ തേങ്ങ ഉണ്ടാവും, എന്താ വളമാണ്, രാസവളമാണ്, നല്ലതാണ്, ഉപ്പും കൂടിയും കൂട്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ. നമ്മളത് വാങ്ങി. അത് വാങ്ങിയപ്പോൾ നോക്കി നോക്ക്, ഒരു 6-7 എണ്ണെങ്കിലും ഉണ്ട്. ഒരു 10 തേങ്ങ ഒരു കൊല്ലം തന്നെ ഉണ്ട്. 6-7 അത്ര എണ്ണയുള്ളൂ. എന്താ എന്നാലും അത് ഉണ്ടായി. ഞാൻ പറയണേ എന്താ ഒന്നും 1-2 ഉണ്ടാവണേക്കാട് നല്ലല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ പുല്ലുകളൊക്കെ നോക്കി എത്ര വലുതായി വെച്ചിട്ടാ. പക്ഷെ പശു ഉണ്ടെങ്കിലേ ഭയങ്കര സുഖമാണ്. ഈ പുല്ലൊക്കെ അല്ലേ പശുവിന് നല്ല ഇഷ്ടാട്ടോ. നമ്മുടെ ഏതല്ല ഇഞ്ചിപ്പുല്ലല്ല, അത് മണുള്ളതല്ല, മണമില്ലാത്ത പുല്ലാണ് ഇഞ്ചിപ്പുല്ല്. അങ്ങനത്തെ പുല്ലും കൊണ്ട് ചൂലുണ്ടാക്കൂട്ടോ. ഈ പുല്ലും കൊണ്ടല്ല, ഒരു മണമുള്ള അങ്ങനത്തെ പുല്ലും കൊണ്ട് നമ്മുടെ ഉള്ളൊക്കെ അടിക്കാനുള്ള ചൂലില്ലേ അതുണ്ടാക്കും. പക്ഷെ എനിക്കറിയില്ല കേട്ടോ. അതേപോലെ തെരുക്കില്ലേ, തെരുക്ക് പറഞ്ഞാൽ എന്താ മനസ്സിലാവൂല ഏട്ടാ? നമ്മള് തലയ്ക്ക് വെക്കണ തെരുക്ക്, അങ്ങനത്തെ തെരുക്ക് ഉണ്ടാക്കാനും സുഖമാണ് ഇതും കൊണ്ട്. 4 സൈഡ് എനിക്ക് എന്താ അമ്മയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അറിയുള്ളൂ, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ വീട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്ക്, എന്താ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കുണ്ട് അവിടെ ഒരു കുണ്ട് അല്ലേ. എന്താ ചില ആൾക്കാർക്ക് എന്താ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഇത് ശരിക്കും മലപ്രദേശം പോലെ ഉണ്ട്. ഇത് മലയാണോ എന്ന്. ഇവിടെ എവിടെയും മല ഈ ഭാഗത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കല്ലടിക്കോടൻ മലയൊക്കെ അല്ലേ, അതൊക്കെ ഒരു 10-15 കിലോമീറ്ററോളം ഇവിടുന്ന് പോകാണ്ടാവും. അത് ശരിയാ. എന്താ ഇന്ന് അനിയനേ ഇവിടെ വരോടോ എവിടെയായിട്ടാ പോയത്, എന്ത് മലയ്ക്ക് പോയി? അനങ്ങമലയ്ക്ക് പോയിരുന്നു കേട്ടോ. അവിടെ പോയി കഴിഞ്ഞ് വന്നിട്ട് വിശേഷങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ദിവസം പോകാം കേട്ടോ കുട്ടികളെയും കൊണ്ടൊക്കെ. അപ്പോൾ പറഞ്ഞു പോയി നോക്കട്ടെ, ആദ്യം പോയി നോക്കിയിട്ട് വന്നിട്ട് പറയാന്നുള്ളത്. നമ്മുടെ ഈ പ്ലാവിൻ്റെ മുകളിൽ അതാ കണ്ടോ കിളിക്കൂട്, ആ കിളി ഇപ്പം അതിൽ കുയിലാണ്. ഇപ്പം അതിൽ കുയിലാണ് നിൽക്കുന്നത്. കണ്ടോ പച്ച കളറിൽ കണ്ട തത്തമ്മയുടെ പോലെ കണ്ട. അത് കുയിൽ പോയിട്ട് ദാ ഈ പച്ച കുഞ്ഞു കിളികൾ കണ്ട, അങ്ങനത്തെ കിളികളുടെ കൂടാണ് കേട്ടോ. എന്താ കാക്കക്കൂടായിട്ടേ എല്ലാവരും പറഞ്ഞിരുന്നു ഈ കാക്ക കരയി തന്നെയല്ലേ, ഇത് എവിടെ നിന്നാ പ്രസ് ചെയ്ത് കരയുന്നത്, എവിടെ നിന്ന് കരയും. കുറച്ച് ദിവസമേ നിന്നുള്ളൂ. നമ്മൾ വിചാരിച്ചു പെട്ടു, അത് മുട്ടയിട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ പോയി. പെട്ടു, നമുക്കിത് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ കിച്ച് കുറേ നോക്കിയിട്ടോ അതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് താഴേക്കിടാനും പറ്റുമോ എന്നുള്ളത്, ആ കൂട് എങ്ങനെയൊക്കെ താഴേക്കിടാൻ പറ്റുന്നത്. എന്നാലും നോക്കി നോക്ക് എത്ര വലിയ വലിയ കൊള്ളികളാണ് കൊണ്ടുപോയി വെച്ചേക്കണത് അല്ലേ. ഇപ്പം എന്താ പറന്ന് നടക്കുന്ന കാക്കയ്ക്ക് കൊമ്പിൻ്റെ മേലെ കൂട് വയ്ക്കാൻ എന്താ ബുദ്ധിമുട്ട്? അത് ശരിയാണ്. കണ്ടോ ഇവിടെ അല്ലേ നല്ല കാറ്റുണ്ട് കേട്ടോ. എത്ര ചക്കി നോക്കിയൊക്കെ പഴുത്തിട്ട് വേണ്ടാണ്ട് നിൽക്കണത് കണ്ടില്ലേ. വേണ്ടാണ്ടൊക്കെ വീഴാണ്ടൊക്കെ നമുക്ക് അല്ല, നമുക്ക് വേണ്ടല്ലോ. വേണ്ടല്ലോ കേടുവന്നുണ്ടാവും ഇപ്പോൾ ഒക്കെ അതിൽ. ഇപ്പൊ വേണ്ടാണ്ടിരിക്കുന്ന നല്ലത്. മഴ പെയ്തൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഒരു ശകരം മതിണ്ടായി. പക്ഷെ ഇന്നലെ ചക്ക കൂട്ടാൻ വെച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അതാ ഒരു ചക്ക ഉണ്ടോ, ആ ചക്ക മാത്രം മൂത്ത് നിൽക്കുന്നുണ്ട്. ഇന്നലെ ചക്ക കൂട്ടാൻ വെച്ചിട്ട് തികഞ്ഞില്ല കേട്ടോ. എന്താ ആകെ കുറച്ച് പുല്ല് ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളെല്ലാവരും കഴിച്ചു. കാര്യമായിട്ട് ചക്ക കൂട്ടാൻ വെച്ചിട്ടില്ലേ? 4-5 പ്രാവശ്യം വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ചക്ക കൂട്ടാൻ വെക്കട്ടോ. അങ്ങനെ ചക്ക കൂട്ടാൻ മത്തൻ്റെ ഇല നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ മത്തൻ്റെ ഇല വെച്ചിട്ടുണ്ട്. മത്തൻ്റെ ഇലയല്ലേ, അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. നമ്മുടെ ഇത് ആദ്യമൊക്കെ ഏട്ടൻ കോഴിക്കോടൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് എന്താ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ രാത്രി ഇങ്ങനെ മോളിക്ക് ആകാശം നോക്കി ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു ചേട്ടാ. ഇപ്പം പിന്നെ ആ പറങ്കിമുച്ചിയുടെ കൊമ്പ് ഇങ്ങോട്ടായിട്ട് നല്ല എങ്ങനെയാ പറയുക, നല്ല കാറ്റ് കൊട പിടിച്ച പോലെ. അത് ആ വീഡിയോയിലൊക്കെ ഉണ്ട്, കുറേ വീഡിയോയിലുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഇരുന്നു വലിയൊരു ഇത്ര വണ്ണുള്ളൊരു കൊമ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഈ വട്ടത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ ഈ പറങ്കിമുച്ചിയിലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലേ ഈ വീഡിയോ ഇട്ടതും കൊണ്ട് നമ്മുടെ ഒരു
4 വർഷം മുമ്പത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും കാണാം നല്ല രീതിയിൽ. അച്ഛനെ കാണാം, അച്ഛൻ്റെ സംസാരം കേൾക്കാം അല്ലേ. ചില സമയത്തൊക്കെ നമ്മൾ അച്ഛൻ്റെ വീഡിയോ കാണാറുണ്ട് കേട്ടോ. അച്ഛനൊരു എന്താ വെള്ള ചേവലിനെയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലേ കേട്ടോ. ഫസ്റ്റത്തെ വീഡിയോ നല്ല രസമാണ് അത്. ഇപ്പൊക്കെ നിർത്തല്ലേ? അപ്പം എനിക്കില്ലേ എന്താ പാട്ട് വെച്ചിട്ടു അമ്പലത്തിൽ. ഇനി വൈകുന്നേരത്തേക്കുള്ള ചോറും കൂട്ടാനൊക്കെ വെക്കണം. എന്താ നമ്മൾ രാവിലെ മുളക് വറുത്ത പുളി ഉണ്ടാക്കി, ചെറുപയറുപ്പേരി ഉണ്ടാക്കി, ഉണക്കമാന്തൾ വറക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ 2 പേരും മാത്രമേ ചോറിനുണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് വിചാരിച്ചു എന്നറിയോ, ഇനിയിപ്പോൾ ഇവരാരും ഇല്ലാണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് അത് വേണ്ടല്ലോ പറഞ്ഞു. പുളിഞ്ചാറ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ കഴിക്കുകയും ചെയ്തില്ല പറഞ്ഞില്ല ഞാനും സുകന്യയും. അപ്പോൾ അത് അത്രയും ബാക്കിയുണ്ടാവും. എന്നാലും കുറച്ച് ചോറ് വയ്ക്കണേ. അപ്പോൾ നാളെ കാണാം കേട്ടോ.